മാഷേ, ശോഭനമായിട്ടുള്ളൊരു ഭാവിയാണ് പി സി ജോർജിനും അതോടൊപ്പം തന്നെ മകൻ ഷോൺ ജോർജിനെയും കാത്തിരിക്കുന്നത്. ബി ജെ പി വലിയ സ്ഥാനങ്ങൾ നൽകി അവരെ ആദരിക്കാൻ, അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന ഒരു കഴിവിനർഹിക്കുന്ന ഒരു പോസ്റ്റ് നൽകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് നമുക്ക് ചില സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, പി സി എന്ന് പറയുന്നത് ഒരു വിവാദ നായകനാണ്. പല വിവാദങ്ങളിൽ പെട്ടിട്ട് പല പ്രശ്നങ്ങൾ പി സി ഉണ്ടാക്കാറുണ്ടെങ്കിലും ജനങ്ങൾക്ക് അദ്ദേഹത്തെ വലിയ രീതിയിൽ ഇഷ്ടമാണ്. പൊതുജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ളൊരു സ്വാധീനം പി സിക്ക് ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ വിവാദ നായകനായ പി സി ബി ജെ പിയിലെ ഒരു പ്രധാന സ്ഥാനത്തേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ളൊരു പ്രതിസന്ധി ബി ജെ പിക്ക് അത് ഉണ്ടാക്കുമോ? അല്ല, ബി ജെ പിക്ക് കേരളത്തിൽ ആരും എന്നാലും പ്രതിസന്ധികൾ ഉണ്ടാകുന്നില്ല. കാരണം ബി ജെ പിയുടെ ഒരു നേതൃത്വത്തിൻ്റെ നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് ബി ജെ പിക്ക് രാഷ്ട്രീയമായിട്ട് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഘടകം. പി സി ജോർജിനെ പോലുള്ള ഒരാൾ കടന്നു വരുമ്പോൾ പി സി ജോർജിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ പി സി കൊണ്ടുവരും. കാരണം പി സിയുടെ ഒരു ലൈഫ് പലപ്പോഴും തഗ് ലൈഫ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതിന് ഗുണവുമുണ്ട്, ദോഷമുണ്ട്. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എം എൽ എ ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന സമയങ്ങളിൽ സർക്കാർ ഓഫീസുകളിൽ ഫയലുകൾ ചലിക്കാൻ പി സി വെറുതെ നടന്നാൽ മതിയാവും. നമ്മളുടെ ഇന്നത്തെ പല പ്രമുഖരായിട്ടുള്ള എം എൽ എമാർക്കും അതേപോലെ തന്നെ മന്ത്രിമാർക്കും പോലും കഴിയാത്തതായിട്ടുള്ള കാര്യമാണ് പി സി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. കാരണം ഫയൽ നീങ്ങിയില്ലെങ്കിൽ ഫയൽ കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ആണായാലും പെണ്ണായാലും പി സി തന്തയ്ക്ക് വിളിച്ചിരിക്കും. അത് ഭയന്ന് അവർ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് എന്ന നിലയ്ക്കുള്ള നല്ല ഗുണമാണ്. പക്ഷേ നല്ല ഭാഷയിൽ അദ്ദേഹം സംസാരിക്കാറില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയ്ക്കെതിരെ പറഞ്ഞത്, നിഷയെക്കുറിച്ച് പറയുന്നത് തന്നെ അവൾ എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത് തന്നെ. അപ്പോൾ അവർ ക്യാൻസർ ബോധവൽക്കരണത്തിൻ്റെ ഒരു ഘോഷയാത്രത്തിൽ പങ്കാളിയാണ്. അല്ലെങ്കിൽ ക്യാൻസർ ബോധവൽക്കരണവുമായിട്ട് അവർ ചുറ്റിത്തിരിഞ്ഞ് പല ദിവസം നടക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ വളരെ ആഭാസകരമായിട്ടുള്ള ഭാഷയിലാണ് പി സി സംസാരിച്ചത്. അവളുടെ ഒരു മുല എടുത്തു കളഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംഭാഷണം തന്നെ പോകുന്നത്. മുലയെ തന്നെ അപഹസിക്കുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ സ്ത്രീത്വത്തെ അപമതിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതിൽ ഒരു മടിയുമുള്ള ഒരു മനുഷ്യൻ. ചാനൽ ചർച്ചകളിൽ പലപ്പോഴും അവതാരികമാർ അദ്ദേഹത്തിൻ്റെ ഈ തഗ് നാക്ക് അനുഭവിച്ചിട്ടുള്ളതാണ്. വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറിയിട്ടുള്ളതാണ്, പലരോടും പെരുമാറിയിട്ട്. തന്തയ്ക്ക് വരെ അവരെ വിളിക്കും, ആരെയും വിളിക്കുമെന്നും പ്രശ്നമില്ല എന്നുള്ളതാണ്. കന്യാസ്ത്രീ മുൻകാലങ്ങളിലൂടെ നമ്മളുടെ ക്രിസ്ത്യ സഭയ്ക്കകത്തുണ്ടായ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കന്യാസ്ത്രീകളെ പൂരത്തെറി വിളിച്ചതും പി സിയുടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാവുന്നത്. അപ്പോൾ പി സി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ, ഇപ്പോൾ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു മേഖലയിൽ അദ്ദേഹം ഇങ്ങനെ ഇടിച്ചു കയറി പ്രവർത്തിക്കുന്നതിന് ഫലമായിട്ട് ചില മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതിനിടയിൽ പറഞ്ഞതൊരു ചാനൽ ചർച്ചയിൽ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്നാണ്. പിന്നീട് അദ്ദേഹം മാപ്പ് പറയുകയൊക്കെ ചെയ്തു. അതെ, അതിനൊന്നും ഒരു മടിയില്ല. കേസ് വരുമ്പോൾ അങ്ങനെ കേസിന് കീഴടങ്ങി വെക്കുന്നതിനേക്കാൾ നല്ലത് അതിൽ മാപ്പ് പറഞ്ഞ് പുറത്തിറങ്ങുന്നതാണ് എന്നൊക്കെ പി സി കുറച്ച് കാലമായിട്ട് പഠിച്ചിട്ടുള്ളൊരു കാര്യം. ഇപ്പം എന്തായാലും പി സിയെ സംബന്ധിച്ചിടത്തോളം പി സി ചെല്ലുന്നതിനടുത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഊർജ്ജ പ്രസരണം എന്ന് പറയുന്നത് നിർവഹിക്കപ്പെടും. ബി ജെ പിക്ക് ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഈ തഗ് ലൈഫ് ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ബി ജെ പി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. മാത്രമല്ല, കേരളത്തിലെ ബി ജെ പിയുടെ പ്രധാന പ്രൊജക്റ്റുകളിലൊന്ന് കേരളത്തിലെ ക്രിസ്തീയ ന്യൂനപക്ഷങ്ങളെ ബി ജെ പിക്കൊപ്പം നിർത്തുക എന്നുള്ളതാണ്. അത് നിരന്തരമായി നടത്തുന്ന പ്രവർത്തനത്തിൽ വൻതോതിൽ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് മുനമ്പം വിഷയത്തിലേക്ക് ഷോൺ ജോർജിനെ പോലുള്ള ആൾ നടത്തിയ ഇടപെടൽ ബി ജെ പിക്ക് വളരെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്തീയ സമൂഹത്തിനടക്കോ സമുദായത്തിനടക്കോ നല്ല രീതിയിൽ ബി ജെ പിയുടെ വേരോട്ടം നിർവഹിക്കുന്നതിൽ ഇവർ രണ്ടുപേരും നല്ല പങ്കാളികളാണെന്ന് ആര് മനസ്സിലാക്കി? ബി ജെ പി നേതൃത്വം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ബി ജെ പി നേതൃത്വം അദ്ദേഹത്തെ ഇപ്പോൾ ഉന്നത സ്ഥാനങ്ങൾ നൽകി ബി ജെ പിയുടെ തന്നെ ഒരു എഞ്ചിനാക്കി മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം വൈസ് പ്രസിഡൻ്റ് ആകാനാണ് സാധ്യത എന്നാണ്
നമുക്ക് അറിയാൻ പറ്റുന്ന ചില കോണുകളിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ വരാനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ BJP വൈസ് പ്രസിഡൻ്റായി ഇരുന്ന് അദ്ദേഹം ഈ മുലയെ അപഹസിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങിയാൽ അതിന് മുഴുവൻ BJPക്കാർ ഉത്തരവാദിത്വം പറയേണ്ടി വരും. അപ്പോൾ അത് ഒരു ചെറിയ പ്രശ്നം. മാത്രമല്ല, സ്ത്രീകളെയൊക്കെ അപഹസിച്ച് എപ്പോഴും സംസാരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് സ്ത്രീകളെ മാത്രമല്ല എതിരാളികളെ എല്ലാ രീതിയിലും മോശമായ ഭാഷകൾ കൊണ്ട് കൊത്തി നുറുക്കുന്ന ഒരാൾ ഇങ്ങനെ വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഉണ്ടാക്കുന്ന വിവാദങ്ങൾക്ക് മുഴുവൻ മറുപടി പറയാനായിട്ട് BJP നേതൃത്വം നടക്കേണ്ട സ്ഥിതി വരും. അപ്പോൾ അതിൽ എന്ത് തീരുമാനമാണ് BJP എടുക്കുക നമുക്കറിയില്ല. ആ വൈസ് പ്രസിഡൻ്റ് സ്ഥാനം കൊടുക്കുകയില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനത്തിൻ്റെ നല്ല ഒരു പോരാളി. എന്തായാലും അച്ഛൻ്റെ രീതിയിലല്ല മകൻ. മകനായിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് നേട്ടം ഉണ്ടാക്കാൻ പോകും. അച്ഛനെ മുന്നിൽ നിർത്തി മകൻ മുന്നേറുന്ന ഒരു കാഴ്ച നമുക്ക് ചിലപ്പോൾ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ അതായത് BJPയുടെ ശക്തനായിട്ടുള്ള നേതാവായിട്ട് ഉയർന്നു വരികയും സ്ഥാനമാനങ്ങൾ നേടുകയൊക്കെ ചെയ്യാൻ പോകുന്നത് ഷോൺ ജോർജ് ആയിരിക്കും. ആ ഷോൺ ജോർജിനെ ചവിട്ടിക്കറാനുള്ള ഒരു ചവിട്ടുപടിയോ ഏണിപ്പടിയോ ആയിട്ട് PC ജോർജ് ചിലപ്പോൾ മാറിയേക്കാം. പക്ഷേ ഈ രണ്ടുപേരും, അതായത് ജൂനിയറും സീനിയറും, ജോർജ് ജൂനിയർ ആൻഡ് സീനിയർ എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഇവർ രണ്ടുപേരും പക്ഷേ BJPക്ക് ആവശ്യമുള്ള കക്ഷികളാണ്. BJP അതിൽ വളരെ സന്തുഷ്ടരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മുനമ്പം വിഷയത്തിൽ ഉള്ള ഇടപെടൽ എന്ന് പറയുന്നത് നല്ല മൈലേജ് BJPക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ചും ക്രിസ്തീയ സമൂഹങ്ങളെ BJPയുമായി അടുപ്പിക്കാൻ വേണ്ടി സാധിക്കും PC-യിലൂടെ എന്ന ഒരു മനസ്സിലാക്കൽ അത് തെറ്റായിപ്പോയോ? PC-ക്ക് ഇപ്പോഴും ശരിയായ രീതിയിലുള്ള സ്വാധീനമുണ്ടോ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ? അല്ല, ഇത് സ്വാധീനത്തിൻ്റെ പ്രശ്നമല്ല. ഇതെന്താണെന്ന് വെച്ചാൽ നേരത്തെ സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഈ ക്രൈസ്തവ സമൂഹം BJPക്ക് എതിരാണ്. കാരണം ഉത്തരേന്ത്യയിലേക്ക് ഇപ്പോഴും സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ ഹിന്ദു പരിവാർ സംഘങ്ങൾ ക്രിസ്ത്യ കക്ഷികളെ പിടിച്ച് കത്തിക്കും. കാരണം വെച്ചാൽ അവിടെ മതപരിവർത്തനമാണ് അവരുടെ വിഷയം. അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികളായിട്ടൊരു ബന്ധം പുലർത്താനായിട്ട് BJPക്ക് താല്പര്യമില്ല. അപ്പോൾ അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. അതാത് പ്രദേശത്തെ അവരുടെ സ്വഭാവ സവിശേഷമൊക്കെ അനുസരിച്ച് അവർ ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്യും. പക്ഷേ കേരളത്തിൽ അവർക്കറിയാം, കേരളത്തിലെ അധികാരത്തിലെത്താൻ ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ പോലും ജയിച്ചപ്പോൾ അത് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയാണ്. നല്ല ശതമാനം വോട്ട് ക്രിസ്ത്യാനികളിൽ നിന്ന് നേടിക്കൊണ്ടാണ് തൃശ്ശൂർ പൂരം വിജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ക്രിസ്തീയ വോട്ടുകൾ, അതായത് നമ്മളിത് മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നെങ്കിലും അതിനെ 2 കൊല്ലത്തിനുള്ള അട്ടിമറിക്കാൻ കഴിഞ്ഞത് വിമോചന സമരം എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസത്തിലൂടെ. ആ വിമോചന സമരത്തിൽ ഉള്ള ഒരു ഐക്യമുണ്ട്. ആ ഐക്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ, നായർ, ഈഴവ, മുസ്ലിം മത ഐക്യമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ അവരെ ഒരുമിച്ച് ചേർത്ത ഒരു ശക്തിയാണ് പിന്നീട് കേരളത്തിൽ UDFൻ്റെ നട്ടലായിട്ട് വളരുകയും വികസിക്കുകയും ചെയ്തത്. ഇതൊക്കെ പഠിച്ചിട്ടാണ് BJP അതിൻ്റെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ നായർ വിഭാഗം മാത്രമാണ് BJPക്ക് പൂർണ്ണമായിട്ട് അഫോർഡബിളായി കിടക്കുന്നതായിട്ടുള്ള ഒരു സൊസൈറ്റി കേരളത്തിൽ. നായന്മാരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഹിന്ദുത്വമായി ബന്ധപ്പെട്ടിട്ട് അധികാരത്തിലേക്ക് എത്താനായിട്ട് BJP വഴി നടക്കുകയാണെങ്കിൽ നല്ലതെന്ന് കരുതുന്ന ഒരു വിഭാഗം അവരാണ് ശരിക്കും ഇതിൻ്റെ ഒരു അവകാശികളെന്ന് പറയും. അതുകൊണ്ട് മാത്രം അധികാരത്തിലെത്താൻ കഴിയില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് അവരുടെ ഒപ്പം ക്രിസ്ത്യാനികളുടെ ഒരു നല്ല വിഭാഗം. എന്തായാലും മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ കാര്യമായിട്ടൊന്നും BJPയെ സഹായിക്കാൻ പോകുന്നില്ല. കാരണം അവരൊരു പൊളിറ്റിക്കൽ ഇസ്ലാമുണ്ട് കേരളത്തിൽ. ഉത്തരേന്ത്യയിലൊക്കെ അങ്ങനെയല്ല. ഉത്തരേന്ത്യയിൽ BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. കേരളത്തിൽ അതിനുള്ള സാധ്യത കുറവാണ്. കാരണം കേരളത്തിൽ അവർക്കൊരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ഉണ്ട്, മുസ്ലിം ലീഗ് വഴി മറ്റുമൊക്കെ ആയിട്ട്. അതുകൂടാതെ ഉണ്ട്. അപ്പോൾ ആ ഐഡൻറ്റിറ്റി ഒരു കാരണവശാലും BJPയായിട്ട് സമരസപ്പെട്ടു പോകുന്നത്. അപ്പോൾ നായർ വിഭാഗത്തെ കൊണ്ടുവരിക, അതുണ്ട് ഓൾറെഡി. അതിനോടൊപ്പം തന്നെ ക്രിസ്ത്യ വിഭാഗത്തിലൊരു വിഭാഗത്തെ കൊണ്ടുവരിക, ഈഴവരെ കൊണ്ടുവരിക. ഈ 3 സമുദായങ്ങളെയും കൊണ്ടുവന്ന് അവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള മറ്റൊരു സമുദായമാണ് ധീവര സമൂഹം, അതേപോലെ തന്നെ വിശ്വകർമ്മർ.
അവരൊക്കെ അതിൻ്റെ ബഹുഭൂരിപക്ഷം പേരും ബി ജെ പിയിലാണ് എന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇത്രയും ആളുകളുടെ ഒരു കൂട്ടായ്മയിലൂടെ ബി ജെ പിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും എന്നുള്ള കാഴ്ചപ്പാടാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പി സി ജോർജ് അതിൻ്റെ ഒരു ഘടകമായിട്ട് നിൽക്കും, എന്ത് തരത്തിലുള്ള തഗ് വർത്തമാനങ്ങളുണ്ടായാലും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്.